നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് KSRTC ഡിപ്പോയിൽ ഗതാഗത മന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനം. ഓഫീസിന്റെ പ്രവർത്തനവും സൗകര്യങ്ങളും വിലയിരുത്തി 20 മിനിറ്റോളം ഡിപ്പോയിൽ ചെലവഴിച്ച മന്ത്രി തൊഴിലാളി പ്രതിനിധികളുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായില്ല. പാലക്കാട്ട് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന സർവീസുകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം. വന്യജീവി സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭക്ഷണരീതിയിലുണ്ടായ മാറ്റമാണ് അവരുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണിയായതെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. പട്ടികവർഗ വിഭാഗക്കാരായ കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിന് എല്ലാ വകുപ്പുകളും ഒന്നിച്ച് പ്രവർത്തിക്കണം. പട്ടികവർഗ മേഖലയിലെ കുട്ടികളെ ക്ഷയരോഗമുക്തരാക്കുന്നതിനുള്ള അക്ഷയജ്യോതി പദ്ധതിക്ക് പാലക്കാട് ജില്ലയിൽ തുടക്കം. ഓണക്കാലത്ത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപടി ആരംഭിച്ചു. വാളയാർ, മീനാക്ഷിപുരം, ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റുകളിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ പ്രത്യേക പരിശോധന. പാൽ, പഴവർഗ്ഗങ്ങൾ, മത്സ്യം, വെളിച്ചെണ്ണ തുടങ്ങിയവ പരിശോധിക്കുന്നത് മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ സഹായത്തോടെ. കൂടുതൽ പരിശോധന ആവശ്യമായ സാമ്പിളുകൾ എറണാകുളം അനലിറ്റിക്കൽ ലാബിലേക്ക് അയക്കുമെന്ന് അധികൃതർ. കുന്നംകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ച് കൊല്ലപ്പെട്ടത് ഒഡീഷ സ്വദേശി പത്മനാഭ ഗൌഡ. പ്രതി ഒഡീഷ സ്വദേശി ഭക്താറാം ഗൌഡ അറസ്റ്റിൽ. മാത്തൂരിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡ് കവാടത്തിലെ അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കെട്ടിടം പൊളിച്ചു നീക്കും. നഗരസഭാ കൌൺസിൽ തീരുമാനം കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് പരിഗണിച്ച് ബഹുനില കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ 30 ദിവസത്തിനകം ഒഴിയണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകും. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ കൌൺസിൽ യോഗത്തിൽ രൂക്ഷ വിമർശനം. പട്ടാമ്പി പാലം വിഷയത്തിൽ UDF നടത്തിയത് സമരാഭാസമെന്ന LDF. UDF നേതാക്കൾ ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാകണം. ജനങ്ങളെ ദുരിതത്തിലാക്കിയ അപരിഷ്കൃത സമരാഭാസത്തിനെതിരെ LDF 3 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സംഗമങ്ങൾ നടത്തുമെന്നും നേതാക്കൾ. മണ്ണൂരിലെ അജൈവ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ മാലിന്യം കുന്നുകൂടിയത് ജനജീവിതത്തിന് ഭീഷണിയായെന്ന് മുസ്ലിം ലീഗ്. മാലിന്യം നീക്കാൻ നടപടി ആവശ്യപ്പെട്ട് സംഭരണ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ. 34 ടൺ മാലിന്യം ഇതിനകം നീക്കിക്കഴിഞ്ഞതായും തുടർന്നുള്ള മാലിന്യ നീക്കത്തിന് 4 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് അധികൃതർ. കോട്ടായി സെന്ററിലെ ഗതാഗത തടസ്സത്തിന് പരിഹാരമാകുന്നു. MLA ഫണ്ടിൽ നിന്ന് 1 കോടി അനുവദിച്ചതോടെ പ്രദേശത്ത് മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കും. മലമ്പുഴ കനാലിന് മുകളിൽ സ്ലാബ് നിരത്തി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതോടെ പാതയോരത്ത് ബസ്സുകൾ നിർത്തിയിടുന്നത് മൂലമുണ്ടാകുന്ന ഗതാഗത തടസ്സം ഒഴിവാക്കാനാകുമെന്ന് പ്രതീക്ഷ. വാർത്തകൾ വിശദമായി. KSRTC പാലക്കാട് ഡിപ്പോയിൽ ഗതാഗത മന്ത്രിയുടെ മിന്നൽ സന്ദർശനം. ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിലെത്തിയ മന്ത്രി ഓഫീസിന്റെ പ്രവർത്തനം, സൗകര്യങ്ങൾ എന്നിവ ചോദിച്ചറിഞ്ഞു. തൊഴിലാളി പ്രതിനിധികളുമായി കൂടിക്കാഴ്ചയ്ക്ക് മന്ത്രി KB ഗണേഷ് കുമാർ തയ്യാറായില്ല. പാലക്കാട് ജില്ലയിൽ നിന്ന് തലസ്ഥാനത്തേക്ക് പുറപ്പെട്ടതിനിടെയാണ് മന്ത്രി ഡിപ്പോയിൽ സന്ദർശനം നടത്തിയത്. 20 മിനിറ്റോളം പാലക്കാട് KSRTC ഡിപ്പോയിൽ ചെലവഴിച്ച മന്ത്രി തൊഴിലാളി പ്രതിനിധികളുമായി കൂടിക്കാഴ്ചയ്ക്കോ അഭിപ്രായ രൂപീകരണത്തിനോ തയ്യാറായില്ല. ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിലെത്തിയ മന്ത്രി ഓഫീസ് പ്രവർത്തനം, വിശ്രമ ശുചിമുറികളുടെ സൗകര്യങ്ങൾ, ദീർഘദൂര സർവീസുകൾ എന്നിവ സംബന്ധിച്ച് ചോദിച്ചറിഞ്ഞു. KSRTC പാലക്കാട്ട് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന സർവീസുകൾ മെച്ചപ്പെടുത്തുന്നതിനും പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ DTOയ്ക്ക് മന്ത്രി നിർദ്ദേശം നൽകിയതായി അറിയുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. ഒഡീഷ സ്വദേശി 33 വയസ്സുള്ള പത്മനാഭ ഗൌഡയാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതി ഒഡീഷ സ്വദേശി 29 വയസ്സുള്ള ഭക്താറാം ഗൌഡയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം ബൈജു റോഡിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് ഒരാൾ മരിച്ചത്. ഒഡീഷ സ്വദേശി 33 വയസ്സുള്ള പത്മനാഭ ഗൌഡയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രതി ഒഡീഷ സ്വദേശി 29 വയസ്സുള്ള ഭക്താറാം ഗൌഡയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 15-ാം തീയതി രാത്രി 9 മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. കുന്നംകുളം ബൈജു റോഡിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഇരുവരും ഒറീസയിൽ ഒരേ ഗ്രാമത്തിലുള്ളവരാണ്. മരിച്ച പത്മനാഭ ഗൌഡ ആഗസ്റ്റ് 15-ാം തീയതിയാണ് കുന്നംകുളത്തെത്തിയത്. അന്നേ ദിവസം ഇരുവരും തമ്മിൽ വാക്കുതർക്കം നടന്നിരുന്നു. തർക്കത്തിനിടെ പ്രതി മരിച്ച പത്മനാഭ ഗൌഡയെ തലയിലും മുഖത്തും ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു. തുടർന്ന് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും കാൽ വഴുതി വീണാണ്
പരിക്കേറ്റതെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ മർദ്ദനത്തിലാണ് പരിക്കേറ്റതെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇതോടെ ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. തുടർന്നാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി പാലത്തിന്റെ കൈവരികളുടെ പേരിൽ ജനത്തെ ദുരിതത്തിലാക്കി UDF സമരം നടത്തിയതിന് ജനങ്ങളോട് മാപ്പു പറയണമെന്ന് LDF നേതാക്കൾ. UDFന്റെ സമരാഭാസമാണ് പട്ടാമ്പിയിൽ നടത്തിയതെന്നും നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമരാഭാസങ്ങൾക്കെതിരെ LDF 26-ന് 3 പ്രതിഷേധ സംഗമങ്ങൾ നടത്തുമെന്നും LDF നേതാക്കൾ പറഞ്ഞു. പട്ടാമ്പിയിൽ പാലത്തിന്റെ പേരിൽ UDF നടത്തിയത് സമരാഭാസമാണ്. UDFനുള്ളിലെ പ്രശ്നങ്ങൾ മറയ്ക്കാനാണ് ജനത്തെ ദുരിതത്തിലാക്കിയുള്ള സമരത്തിന് നേതൃത്വം നൽകിയത്. ഇതിന് UDF ജനങ്ങളോട് മാപ്പു പറയണം. പാലത്തിന്റെ കൈവരികൾ നിർമ്മിക്കാനാവശ്യമായ നടപടികൾ സർക്കാർ പൂർത്തിയാക്കിയിരിക്കണമെന്നും LDF നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു. കുറച്ച് ദിവസമായി UDFകാർ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിക്കകത്തുള്ള പ്രശ്നങ്ങൾ, കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള ഗ്രൂപ്പ് പ്രശ്നങ്ങൾ, ഇതിൽ നിന്നെല്ലാം തലയൂരാൻ വേണ്ടിയാണ് അവർ ദിവസമായി ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കോമാളിത്തരാവുകയാണ്. റിയൽ കോമാളിത്തായിക്കൊണ്ടിരിക്കുക. ഇത് ഇവിടെ ഈ ഐക്യജനാധിപത്യ മുന്നണിക്കുള്ള അകത്തുള്ള പ്രശ്നം എന്താണ്? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലീഗിന് ഈ സീറ്റ് പോകരുത്, കോൺഗ്രസിന് തന്നെ സീറ്റ് കിട്ടണം. ഇതൊരു ഭാഗത്താണ്. കോൺഗ്രസിന് അകത്താവട്ടെ വേറെ പിടിയുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഇത്തരം കോമാളിത്തം നാടകങ്ങളിൽ കളിക്കുന്നതിൻ്റെ ഭാഗമായി പട്ടാമ്പിയിൽ വല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. അനാവശ്യമായ കൃത്രിമമായ ഗതാഗത കുരുക്കാണ് കുറച്ച് ദിവസങ്ങളാക്കി അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വസ്തുത അതായിരിക്കെ പിറ്റേ ദിവസം ലീഗും കോൺഗ്രസും ചേർന്ന് വേറില്ല. ഇതൊക്കെ ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. ജനങ്ങളോട് മാപ്പ് പറയണം. ട്രാഫിക് കുരുക്കുണ്ടാക്കുകയാണ്. പട്ടാമ്പി മണ്ഡലത്തിൽ UDF ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ്. കോൺഗ്രസിനെ നയിക്കുന്നത് ക്രിമിനലുകളാണെന്നും LDF നേതാക്കൾ ആരോപിച്ചു. ലീഗ് നേതാക്കൾ ഉൾപ്പെട്ട മുക്കുപണ്ടം പണയപ്പെടുത്തി കോടികൾ തട്ടിയെടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിന് ലീഗ് നേതൃത്വം മറുപടി പറയണമെന്നും LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. UDFന്റെ ആവാസ സമരങ്ങൾക്കെതിരെ LDF ഓഗസ്റ്റ് 26-ന് പട്ടാമ്പിയിൽ പ്രതിഷേധ സംഗമങ്ങൾ നടത്തും. 3 ഇടങ്ങളിലായാണ് പരിപാടി സംഘടിപ്പിക്കുക. തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് തിരുവപ്രയിലും സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ നേതാക്കളായ T. ഗോപാലകൃഷ്ണൻ, P. സുന്ദരൻ, K. പരമേശ്വരൻ, അഷ്റഫ് അലി വല്ലപ്പുഴ, KP അബ്ദുറഹ്മാൻ, MN കരുണാകരൻ, അനൂപ് വല്ലപ്പുഴ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ ഭക്ഷണരീതിയിലുണ്ടായ മാറ്റം പട്ടികവർഗ വിഭാഗങ്ങളുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണിയായെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി പാലക്കാട്ട് അക്ഷയജ്യോതി ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ പട്ടികവർഗ മേഖലയിലുള്ള 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ക്ഷയരോഗമുക്തരാക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതിയാണ് അക്ഷയജ്യോതി. പട്ടികവർഗക്കാർക്ക് ഏതെല്ലാം സ്കീം വഴി എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കുമോ അത് ഉറപ്പാക്കാൻ എല്ലാ വകുപ്പുകളും ശ്രമിക്കണം. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാക്കാനായി തൊഴിലുറപ്പ് പദ്ധതിയെ പ്രയോജനപ്പെടുത്തണം. പട്ടികവർഗ കുടുംബങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പാക്കണം. 76 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ നിയമം പട്ടികവർഗക്കാരുടെ ആരോഗ്യം ഉറപ്പാക്കിയിരുന്ന ഭക്ഷണശീലത്തെ തകർത്തു. ഇത് പരിഹരിക്കുന്നതിന് ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ അനിവാര്യമാണ്. ട്രൈബ്സ് ഉൾപ്പെടെ സമൂഹത്തിലെ മുഴുവൻ വിഭാഗം ആളുകളുടെയും ആരോഗ്യ വിവരങ്ങൾ പരിശോധിച്ച് രേഖപ്പെടുത്തണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, സമഗ്ര പട്ടികവർഗത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങളും സ്കീമുകളും നമുക്ക് പരമാവധി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം വിചാരിച്ചാൽ അത് നടത്തുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടി ഒന്നിച്ചു നിന്നാലേ ഇവരെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് രക്ഷിച്ചെടുക്കണം എന്നാണ് എനിക്ക്. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി, പോഷകാരക്കുറവ് നികത്താനുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ പോഷകാരക്കുറവ് നികത്താനുള്ള സംവിധാനം, അത് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാവരും ഒന്നിച്ച് നിന്ന് ഒരു ടീമായിട്ട് നിൽക്കണം. ഇതാണ് എനിക്ക് ചുരുക്കത്തിൽ. അതേപോലെ ഓരോ കുടുംബത്തിലും എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. ജില്ലാ മെഡിക്കൽ ഓഫീസും ആരോഗ്യ കേരളം ജില്ലാ TB സെന്ററും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR വിദ്യ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A. ഷാബിറ, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PK ജയശ്രീ, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ റോഷ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ MK ഉഷ, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ AK അനിത, ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ഇൻചാർജ് ജംല റാണി, ജില്ലാ TB ഓഫീസർ ഡോക്ടർ C. ഹരിദാസൻ, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ രജീന രാമകൃഷ്ണൻ,
വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ പട്ടികവർഗ മേഖലയിലെ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിനായി ജില്ലാ ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന അക്ഷയജ്യോതി സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പ്രത്യേക പദ്ധതിയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചലച്ചിത്ര താരം നിർമ്മൽ ബെന്നി അന്തരിച്ചു. 37 വയസ്സായിരുന്നു. തൃശൂർ ചേർപ്പിലെ വീട്ടിൽ അവശനിലയിൽ കണ്ടെത്തിയ നിർമ്മലിനെ ഇന്ന് രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് മണിക്കൂറുകൾക്കകം അന്ത്യം സംഭവിക്കുകയായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണം. സ്റ്റേജ് ഷോകളിലൂടെ സിനിമയിലെത്തിയ നിർമ്മൽ ഹാസ്യതാരമായി ശ്രദ്ധ നേടിയിരുന്നു. ഇടാ തടിയ, ആമേൻ, ദൂരം തുടങ്ങിയവയാണ് നിർമ്മൽ അഭിനയിച്ച പ്രധാന സിനിമകൾ. റഷ്യയിൽ കൊല്ലപ്പെട്ട കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ സന്ദീപ് ചന്ദ്രനെ റഷ്യൻ സേനയിൽ ചേർക്കുന്നതിനായി ഏജൻസി നൽകിയ കരാർ വ്യാജമാണെന്ന ആരോപണവുമായി സന്ദീപിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും. റഷ്യ-യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് യുദ്ധം ചെയ്തതിനിടെയാണ് ഡ്രോൺ ആക്രമണത്തിൽ ഡൊണസ്കിൽ വെച്ച് കൊല്ലപ്പെട്ടത്. സന്ദീപ് സ്വമേധയാ യുദ്ധത്തിൽ പങ്കെടുക്കില്ലെന്നും നിർബന്ധിച്ചോ പ്രലോഭിപ്പിച്ചോ ആവാം സന്ദീപിനെ യുദ്ധത്തിൽ പങ്കാളിയാക്കിയതെന്നും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പറഞ്ഞു. സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് പറയാൻ കഴിയില്ല. അതിനുള്ള ധൈര്യമുള്ള ഒരു പയ്യനല്ല അവൻ. അവനോട് അത്യാവശ്യം ഈ ഇലക്ട്രീഷ്യൻ വർക്കൊക്കെ ചെയ്ത് പോയിരുന്നൊരു ഇതാണ്. വീടിനെ രക്ഷപ്പെടുത്തണം, ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചിട്ടാണ് ആൾ പോയത്. തീർച്ചയായിട്ടും ഒരു സ്റ്റാമ്പ് പേപ്പറിൽ ഒരു എഗ്രിമെൻ്റ് ടൈപ്പ് ചെയ്തിട്ട് ഈ സ്റ്റീവ് എന്ന് പറയുന്ന കക്ഷി ഈ സന്ദീപ് സൈൻ ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സന്ദീപിൻ്റെ ചേട്ടൻ ഇത് പറയുന്നത് സന്ദീപിൻ്റെ സൈൻ ആവാൻ സാധ്യതയില്ല, ഇങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ സ്റ്റീവിന് ഇത്തരം സാഹചര്യം ഉണ്ടായപ്പോൾ അവർ ഒരു പക്ഷേ അത് ക്രിയേറ്റ് ചെയ്താണെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അത് വേണ്ടുന്ന രീതിയിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസ് അന്വേഷിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കളക്ടർ SP-ക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. സംഭവത്തിന് പിന്നിൽ മനുഷ്യക്കടത്താണോ എന്ന സംശയവും സുഹൃത്തുക്കൾ പങ്കുവച്ചു. ആദ്യ കരാറിൽ മാത്രമാണ് സന്ദീപിന്റെ കയ്യെഴുത്തുള്ളത്. പിന്നീട് ഏജൻസി സമർപ്പിച്ച കരാറുകൾ അച്ചടിച്ചവയായിരുന്നു. ഇത് സംശയമുണ്ടാക്കുന്നതായും സന്ദീപ് ചതിക്കപ്പെട്ടിരിക്കാമെന്നും സുഹൃത്തുക്കൾ ആരോപിച്ചു. ഇപ്പോൾ ഇവനെ കൊണ്ടുപോകാനായിട്ട് സഹായിച്ചു എന്ന് പറയുന്ന ചാലക്കുടിയിലുള്ള സ്റ്റീവ് എന്ന് പറയുന്ന കക്ഷിയോട് ഇദ്ദേഹം ഷെയർ ചെയ്ത് വീട് എനിക്ക് ഒന്ന് വൃത്തിയാക്കണം, വീട് ചോർന്നൊലിക്കുന്നുണ്ട്, വീട്ടിലേക്ക് വരുന്ന വഴി ഒരു നടവഴി മാത്രമാണുള്ളത്, എനിക്ക് വഴി വാങ്ങണം എന്നുള്ള രീതിയിലാണ്. സൊസൈറ്റിയിൽ ബാധ്യതകളുണ്ട്, അത് തീർക്കണം എന്നുള്ളതൊക്കെ ആയിരുന്നു അവൻ്റെ സ്വപ്നം. അത് വെച്ചിട്ടാണ് അവൻ പുറത്തേക്ക് പോകാനായിട്ട് തയ്യാറായത്. ചാലക്കുടിയിലെ ഏജൻസി വഴി കഴിഞ്ഞ ഏപ്രിൽ 2-നാണ് സന്ദീപും മലയാളികളായ മറ്റ് 7 പേരും റഷ്യയിലേക്ക് പോയത്. മോസ്കോയിൽ റെസ്റ്റോറൻറ്റിലെ ജോലിക്കെന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. പിന്നീട് റഷ്യൻ സൈനിക ക്യാമ്പിലെ ക്യാൻറ്റീനിലാണ് ജോലിയെന്നും സുരക്ഷിതനാണെന്നും സന്ദീപ് അറിയിച്ചിരുന്നു. പിന്നീട് വിളിച്ചപ്പോൾ പാസ്പോർട്ടും ഫോണും കളഞ്ഞുപോയെന്ന് സന്ദീപ് പറഞ്ഞതായും ബന്ധുക്കൾ പറയുന്നു. വിഷയത്തിൽ തൃശൂർ റൂറൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ജില്ലാ കളക്ടർക്ക് പോലീസ് പ്രാഥമിക റിപ്പോർട്ട് നൽകിയെന്നാണ് വിവരം. സന്ദീപ് ഡൊണസ്കിൽ വെച്ച് യുക്രൈൻ്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റഷ്യൻ മലയാളികളുടെ വാട്സാപ്പ് ശബ്ദ സന്ദേശം പ്രചരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. ഏറെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് സന്ദീപിന്റെ മരണം ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. മാതാപിതാക്കളും ഇളയ സഹോദരനുമടങ്ങുന്ന കുടുംബത്തിന്റെ ആശ്രയമായിരുന്നു സന്ദീപ്. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് റഷ്യയിലേക്ക് സന്ദീപ് പോയത്. സന്ദീപ് എന്ന ചെറുപ്പക്കാരൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ജന്മനാട് ഞെട്ടലോടെയാണ് കേട്ടത്. ചോർന്നൊലിക്കുന്ന വീട്ടിൽ നിന്നും സുരക്ഷിതമായ വീട്ടിലേക്ക് മാറണമെന്ന ആഗ്രഹം മാറ്റിവെച്ചാണ് സന്ദീപ് വിടവാങ്ങിയത്. സന്ദീപിന്റെ മരണത്തോടെ കുടുംബത്തിന്റെ പ്രതീക്ഷകൾ കൂടിയാണ് തകർന്നത്. നിലവിൽ റഷ്യയിലെ റസ്തോഫിലാണ് സന്ദീപിന്റെ മൃതദേഹമുള്ളതായി ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുള്ളത്. മൃതദേഹമെത്തിക്കാൻ നടപടി വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓങ്ങല്ലൂർ കാരക്കാട് പാറപ്പുറത്ത് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA. വിദ്യാർത്ഥിയെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ വീട്ടിൽ കയറി മർദ്ദിച്ചെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. കാരക്കാട് പാറപ്പുറം പറമ്പിൽ വീട്ടിൽ ത്വാഹ മുഹമ്മദിനാണ് മർദ്ദനമേറ്റത്. SP-യെ വിവരമറിയിച്ചിട്ടുണ്ടെന്നും ഷൊർണൂർ DYSP-യെ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ടെന്നും MLA മുഹമ്മദ് മുഹ്സിൻ പറഞ്ഞു. ഒരു പോലീസുകാരനാണ് മർദ്ദിച്ചതെന്നും ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. പാറപ്പുറത്ത് വിദ്യാർത്ഥിയെ പോലീസ് ആളുമാറി മർദ്ദിച്ചു എന്നുള്ള ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഉടനെ തന്നെ പാലക്കാട് SP-യെ വിളിച്ചു പറഞ്ഞു.
SP ആ കാര്യം പരിശോധിക്കുകയും DYSPയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ബന്ധപ്പെട്ട പോലീസുകാരൻ ഒരു വ്യക്തിയാണ്, മുഴുവൻ പോലീസുകാരല്ല. ഒരു വ്യക്തി ഒരു വാഹനം നേരത്തെ ഒരു വാഹനം നിർത്താതെ പോയപ്പോൾ അതിൻ്റെ പിറകെ പോയി ചേസ് ചെയ്തു. ആ വാഹനം മറ്റൊരു വീട്ടിൽ പാർക്ക് ചെയ്തിരുന്നു. അവിടെ ചെന്ന് ആള് മാറി ഒരു കുട്ടിയെ പിടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. അത് സ്വാഭാവികമായിട്ടും പോലീസ് അങ്ങനെ മർദ്ദിക്കാൻ പാടില്ല. മാത്രമല്ല ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അടിയന്തരമായി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ പുല്ലൂർ ഊരകം വെറ്റിലമൂലയിൽ വീട് കുത്തി തുറന്ന് മോഷണം. സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നു. ഊരകം വരിക്കശ്ശേരി ഏലിക്കുട്ടിയുടെ പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്നാണ് കവർച്ച നടത്തിയത്. തനിച്ച് താമസിക്കുന്ന ഏലിക്കുട്ടി രാത്രിയിൽ അടുത്തുള്ള മകന്റെ വീട്ടിലാണ് കിടക്കാൻ പോകാറുള്ളത്. രാവിലെ തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരമറിഞ്ഞത്. 2.5 പവന്റെ സ്വർണ്ണമാലയും 12,000-ഓളം രൂപയും നഷ്ടപ്പെട്ടതായി ഏലിക്കുട്ടി പറഞ്ഞു. വീടിനകത്ത് അലമാരകളും മറ്റും തുറന്ന് വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. മുളകുപൊടിയും വിതറിയ ശേഷമാണ് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇരിങ്ങാലക്കുട SI സുധാകരന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘമെത്തി അന്വേഷണം ആരംഭിച്ചു. പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് പോവും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ നിന്ന് പള്ളിയിൽ പോയി അവിടുന്ന് ഒരു 8 മണിയാകുമ്പോൾ അവിടേക്ക് വരും. അങ്ങനെ പകലിവിടെ നിന്നൊക്കെ രാത്രി പോവും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ സാരികളും സ്വർണ്ണവും രൂപയും അതിലേക്ക് ഉണ്ടായിരുന്നു. വന്നപ്പോ വാതില് ഇവിടെ മണ്ണൊക്കെ കെടുക്കണം. അപ്പൊ ഞാൻ ചൂലെടുത്ത് അടിച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് വാതില് പൊളിഞ്ഞെടുക്കണ്. അതേ വാതില് തുറന്ന് നോക്കിയപ്പോ അകത്ത് മുളകുപൊടി ചിന്നിട്ടേക്കണ്, കസാരയിൽ കൈക്കോട്ടിരിക്കണ്. അളമാരിയിൽ അവിടെ ചെന്ന് ആ റൂമിൽ ചെന്നപ്പോ ഒക്കെ ഒലിച്ച് വാരിയിട്ടേക്കണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി കൊടലൂരിൽ മോട്ടോർ ഷെഡ് കിണറിലേക്ക് ഇടിഞ്ഞു വീണു. ഇതോടെ 1 ഏക്കർ കൃഷിയിടത്തിലേക്കുള്ള ജലസേചനം പ്രതിസന്ധിയിലായി. 1.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. കാർഷിക ഗ്രാമമായ പട്ടാമ്പി കൊടലൂരിലെ കാർഷിക മേഖലയ്ക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടാണ് മോട്ടോർ ഷെഡ് തകർന്ന് കിണറിലേക്ക് വീണത്. വ്യാഴാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. കൊടലൂർ പാടശേഖരത്തിലെ കർഷകരായ പതിയിൽ സൈദലവി, പള്ളിയാലിൽ തൊടി ഹമീദ് എന്നിവരുടെ കൃഷിയിടത്തിലേക്ക് ജലസേചനം നടത്തുന്ന കിണറിനോട് ചേർന്നുള്ള മോട്ടോർ ഷെഡാണ് തകർന്ന് നിലം പതിച്ചത്. 1.5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നതെന്ന് കർഷകനായ ഹമീദ് പറഞ്ഞു. കൃഷിയിടാണ് ഇപ്പോൾ ഉള്ളത്. സൈദലവി പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ സ്ഥലങ്ങളൊക്കെ ഉള്ളത്. ഞാനും മൂപ്പരും കൂടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇന്ന് വൈകുന്നേരം അവിടെ ഉണ്ടായിരുന്നു. വൈകുന്നേരം ഇവിടെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താണ് പോയി. പിന്നെ കുറച്ച് പുല്ല് വെട്ടാനൊക്കെ ഉണ്ടായിരുന്നു. മെഷീനോട് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ മെഷീനും പിന്നെ 2 മോട്ടറുകൾ വെള്ളടിക്കാൻ ഉപയോഗിക്കുന്ന 2 പമ്പുകൾ ഉണ്ടായിരുന്നു, അതും പോയി. പിന്നെ പുല്ലിൻ്റെ ഈ കട്ടർ അതും കൂടെ പോയിട്ടുണ്ട്. ഏകദേശം ഒരു 1.5-2 ലക്ഷം രൂപയുടെ നഷ്ടം കാണണം. 1 HP-യുടെയും 2 HP-യുടെയും ഓരോ മോട്ടോറുകൾ, ഒരു പുല്ലുകെട്ടി യന്ത്രം, അനുബന്ധ സാമഗ്രികൾ, ഷെഡ് എന്നിവയാണ് നഷ്ടമായിരിക്കുന്നത്. നെല്ലും പച്ചക്കറിയുമാണ് പ്രധാനമായും ഇവിടെ കൃഷി ചെയ്യുന്നത്. മോട്ടോർ ഷെഡ് തകർന്നതോടെ 1 ഏക്കർ കൃഷിയിടത്തിലേക്കുള്ള ജലസേചനം പ്രതിസന്ധിയിലായി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോട്ടായി സെൻട്രലിൽ മലമ്പുഴ കനാലിന് മുകളിൽ സ്ലാബ് നിരത്തി മിനി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ അനുവദിച്ചു. സെപ്റ്റംബർ മാസത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് തീരുമാനം. കോട്ടായി സെന്ററിലെ ഗതാഗത തടസ്സത്തിന് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകുന്നതോടെ പരിഹാരമാകും. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുന്ന കോട്ടായി സെന്ററിൽ മലമ്പുഴ കനാലിന് മുകളിൽ സ്ലാബ് നിരത്തി മിനി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനാണ് MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ മാസത്തിൽ തന്നെ നിർമ്മാണം ആരംഭിക്കാനാണ് തീരുമാനം. കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും ഗവൺമെന്റ് ഹൈസ്കൂളിനും ഇടയിലാണ് മലമ്പുഴ കനാലിന് മുകളിൽ 200 മീറ്റർ നീളത്തിൽ 60 മീറ്റർ വീതിയോടെ കോൺക്രീറ്റ് സ്ലാബുകൾ നിരത്തി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക. നിലവിൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള വഴി കനാലിനു മുകളിലുള്ള ചെറിയ നടപ്പാലം മാത്രമാണ്. 100 കണക്കിന് റൂട്ട് ബസ്സുകൾ സർവീസ് നടത്തുന്ന കോട്ടായി സെന്ററിൽ വാഹനങ്ങൾ പാതയോരത്ത് നിർത്തിയിടുന്നത് മൂലം വലിയ ഗതാഗത തടസ്സമുണ്ടാകാറുണ്ട്. കവലയിലെ രൂക്ഷമായ ഗതാഗത തടസ്സത്തിന് മിനി ബസ് സ്റ്റാൻഡ് വരുന്നതോടെ ഏറെക്കുറെ പരിഹാരമാകും. PP സുമോദ് MLAയുടെ ഫണ്ടിൽ നിന്നാണ് 1 കോടി രൂപ ഇതിനായി അനുവദിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ ആദ്യ ആഴ്ച തന്നെ പണി തുടങ്ങുമെന്ന് കഴിഞ്ഞ ദിവസം MLA വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓണത്തിന് മുന്നോടിയായി പാലക്കാട് ജില്ലയിലെ ചെക്ക് പോസ്റ്റുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന. കേരളത്തിലെത്തുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. പാലക്കാട് ജില്ലയിലെ വാളയാർ, മീനാക്ഷിപുരം, ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റുകളിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പരിശോധന നടത്തിയത്. പാല്, പഴവർഗ്ഗങ്ങൾ, മത്സ്യം, വെളിച്ചെണ്ണ തുടങ്ങിയവയാണ് മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ സഹായത്തോടെ
പരിശോധിച്ചത്. 3 സ്ക്വാഡുകളായി തിരിഞ്ഞായിരുന്നു പരിശോധന. വാഹനങ്ങൾ പരിശോധന നടത്തി സാമ്പിളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കി. കൂടുതൽ പരിശോധന ആവശ്യമായ സാമ്പിളുകൾ ശേഖരിച്ച് എറണാകുളം അനലിറ്റിക്കൽ ലാബിലേക്ക് അയച്ചു. പരിശോധനയ്ക്ക് ഭക്ഷ്യസുരക്ഷാ ജോയിന്റ് കമ്മീഷണർ ജേക്കബ് തോമസ്, ഡെപ്യൂട്ടി കമ്മീഷണർ അജി, അസിസ്റ്റന്റ് കമ്മീഷണർമാരായ സക്കീർ ഹുസൈൻ, ഷൺമുഖൻ, ഫുഡ് സേഫ്റ്റി ഓഫീസർമാരായ നയനലക്ഷ്മി, ഹാസില എന്നിവരും ജീവനക്കാരായ ഹേമ, ജോബിൻ തമ്പി എന്നിവരും നേതൃത്വം നൽകി. ലാബിൽ നിന്ന് റിപ്പോർട്ട് വരുന്നതിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് ചെക്ക് പോസ്റ്റുകളിൽ കൂടുതൽ പരിശോധന നടത്താനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ പനം കൽക്കണ്ടമിട്ട് വാറ്റിയ സിൽവർ ചാരായവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. കല്ലൂർ സ്വദേശി ഷിജോൺ ആണ് പാടൂക്കാട് നിന്നും പിടിയിലായത്. ഇയാളിൽ നിന്ന് 3.5 ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു. പാടൂക്കാട് തുരുത്ത് ഭാഗത്തെ വാടക വീട്ടിലാണ് വാറ്റ് നടത്തിയിരുന്നത്. ഓണവിപണി ലക്ഷ്യമിട്ട് വൻതോതിൽ ചാരായം വാറ്റാൻ പ്രതി ലക്ഷ്യമിട്ടിരുന്നതായി എക്സൈസ് അറിയിച്ചു. പ്രതി വാറ്റുന്ന ചാരായത്തിന് മാർക്കറ്റിൽ വൻ ഡിമാൻഡായിരുന്നു. ശർക്കരയ്ക്ക് പകരം പനം കൽക്കണ്ടമാണ് പ്രതി വാറ്റാനായി ഉപയോഗിച്ചിരുന്നത്. കൽക്കണ്ടം ഉപയോഗിച്ച് വാറ്റുന്ന ചാരായത്തിന് വീര്യം കൂടുമെന്നും ഈ ചാരായത്തിന് മാർക്കറ്റിൽ വില ഇരട്ടിയാണെന്നും സിൽവർ ചാരായമെന്നാണ് മാർക്കറ്റിൽ ഇതറിയപ്പെടുന്നതെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വലിയ വാറ്റ് സെറ്റും ഇരുമ്പിന്റെ ഗ്യാസ് സ്റ്റൗവും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടും. ഓണക്കാലത്ത് വലിയ ഓർഡറുകൾ ഉണ്ടായിരുന്നെന്ന് പ്രതി എക്സൈസിനോട് സമ്മതിച്ചു. കോലഴി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ വി നിതിൻ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ എം സജീവ്, സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അറസ്റ്റിലായ സിജോണിന് വിയ്യൂർ പോലീസ് സ്റ്റേഷനിൽ ക്രിമിനൽ കേസുകളുള്ളതായും എക്സൈസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 5 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. നഗരസഭാ ബസ് സ്റ്റാൻഡിലെ പഴയ 3 നില കെട്ടിടമാണ് അപകടാവസ്ഥയിലാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പൊളിച്ചു നീക്കുന്നത്. ഇത് സംബന്ധിച്ച് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അടിയന്തരമായി നോട്ടീസ് നൽകും. 30 ദിവസത്തിനുള്ളിൽ ഒഴിയണമെന്നാവശ്യപ്പെട്ടായിരിക്കും വ്യാപാരികൾക്ക് നോട്ടീസ് നൽകുകയെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. ഇതിനുശേഷം പൊളിക്കൽ നടപടികളിലേക്ക് കടക്കും. വ്യാപാരികളുമായി സംസാരിച്ച് പഴയ കെട്ടിടത്തിലെ വ്യാപാരികളെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്ന കാര്യവും പരിഗണനയിലുണ്ട്. ഇതേ ഡെപ്പോസിറ്റിൽ നിലവിലുള്ള വാടകയിൽ തന്നെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നടപടികളാകും സ്വീകരിക്കുക. വ്യാപാരികളുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം. പ്രധാന പാതയോരത്തുള്ള കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും ഉപയോഗയോഗ്യമല്ലെന്നും തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘം റിപ്പോർട്ട് നൽകിയിരുന്നു. ബലക്ഷയത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിന് പിന്നാലെ നഗരസഭയുടെ നിർദ്ദേശപ്രകാരമാണ് സംഘം പരിശോധന നടത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കെട്ടിടത്തിൽ കാലപ്പഴക്കത്തിന്റെ ലക്ഷണം കാണിച്ചു തുടങ്ങിയിരുന്നു. മഴയായാൽ മുറികൾ ചോർന്നൊലിച്ചിരുന്നു. സീലിംഗിൽ നിന്ന് കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്നു വീഴുന്നത് പതിവായി. നേരത്തെ നഗരസഭ കെട്ടിടത്തിനു മുകളിൽ ഷീറ്റ് മേഞ്ഞാണ് താൽക്കാലിക പരിഹാരം കണ്ടിരുന്നത്. പിന്നീട് പലപ്പോഴും കെട്ടിടത്തിനു പുറത്തും അകത്തും സമാന സംഭവങ്ങൾ ആവർത്തിച്ചു. കെട്ടിടത്തിന്റെ കോൺക്രീറ്റിന്റെ ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുത്ത് ദുർബലപ്പെട്ട നിലയിലാണെന്നുൾപ്പെടെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 20ഓളം സ്ഥാപനങ്ങളാണ് നിലവിൽ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ കൗൺസിൽ യോഗത്തിൽ രൂക്ഷ വിമർശനം. 10 വയസ്സായ കുട്ടിയുടെ ചികിത്സാ സാങ്കേതികത്വം പറഞ്ഞ് ഡോക്ടർ നിഷേധിച്ചത് ചോദ്യം ചെയ്താണ് കൗൺസിൽ യോഗത്തിൽ എം ഗോപൻ എത്തിയത്. 19 രാവിലെ 11:30യോടെയാണ് രോഗി അമ്മയുടെ ഒപ്പം ആശുപത്രിയിൽ എത്തിയത്. എന്നാൽ അത്യാഹിത OP ടിക്കറ്റാണ് കിട്ടിയത്. OPയിലുണ്ടായിരുന്ന ഡോക്ടറെ കാണിച്ചു. പരിശോധിച്ച് മരുന്നെഴുതാൻ തുടങ്ങിയപ്പോഴാണ് ഇത് കാഷ്വാലിറ്റിയിലെ OP ആണെന്ന് മനസ്സിലാക്കുകയും ഇവരെ അവിടെ പോയി കാണിച്ചോളൂ എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയുമായിരുന്നു. ഇത് ഏറെ ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാക്കിയതായി രക്ഷിതാവ് പറഞ്ഞെന്ന് കൗൺസിലർ ഗോപൻ പറഞ്ഞു. എന്നിട്ട് ഇത് കാഷ്വാലിറ്റിയിലെ ടിക്കറ്റ് ആണെന്നും നിങ്ങൾ പോയിട്ട് കാഷ്വാലിറ്റിയിൽ പോയി കാണുന്നു പറഞ്ഞിട്ട് വിടാന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കും നിങ്ങൾ. ഇവരൊക്കെ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനൊക്കെ എന്ത് വില ഇത് കൊടുക്കുന്നത്? ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുന്നതാണോ കുറ്റം? ആ ഹോസ്പിറ്റലിലെ ആളുകളെ കുറിച്ച് പറയുന്നതാണോ കുറ്റം? അവിടേക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല. ചെന്ന് കഴിഞ്ഞാൽ ഒരു ജനപ്രതിനിധിക്ക് പോലും ജാമ്യമില്ലാത്ത വകുപ്പിലാണ് കേസെടുക്കുന്നത്. ഇത് പറയണ്ടേ? ഇത് ഭരിക്കുന്ന ആളുകൾ നോക്കണ്ടേ ഇത്തരം കാര്യങ്ങൾക്ക്? ഇവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അപ്പൊ ഇവിടെ കുറെ ന്യായീകരണങ്ങളാണ് അവരെ തെരഞ്ഞെടുത്ത് നിർത്തിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്കെതിരെ തന്നെ സമരം ചെയ്യുക ഈ പറഞ്ഞ ആളുകൾ. ഇതിനെതിരെ ആരോഗ്യമന്ത്രിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. ഡോക്ടർമാർ കൃത്യം 1 മണിക്ക് തന്നെ OP കഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് നിലവിൽ ആശുപത്രിയിലുള്ളത്. ഇതിനെ ചോദ്യം ചെയ്യാനോ സംസാരിക്കാനോ ഭരിക്കുന്ന ആളുകൾ തയ്യാറാവുന്നില്ല.
കൗൺസിലർമാർക്കുൾപ്പെടെ ഇവിടെ ചികിത്സ നിഷേധിക്കുന്ന അവസ്ഥയാണ്. പ്രശ്നം ചൂണ്ടിക്കാട്ടി ഏതറ്റം വരെയും പോകുമെന്നും ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുമെന്നും എം ഗോപൻ പറഞ്ഞു. താലൂക്ക് ആശുപത്രിയിലെ പ്രശ്നങ്ങൾക്കെതിരെ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്ന് BJP അംഗങ്ങൾ അറിയിച്ചു. അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകിദേവി അറിയിച്ചു. 19 അജണ്ടകളാണ് യോഗത്തിൽ ചർച്ചയ്ക്കുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂരിലെ അജൈവ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിറഞ്ഞു കവിഞ്ഞ മാലിന്യം നീക്കാൻ നടപടിയുണ്ടാകാത്തതിനെതിരെ മുസ്ലിം ലീഗ് പ്രതിഷേധം. അജൈവ മാലിന്യ സംഭരണ കേന്ദ്രത്തിന് മുന്നിൽ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. മാലിന്യം നീക്കണമെന്ന ഭരണസമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്ത് സെക്രട്ടറി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ ആരോപിച്ചു. 5-ാം വാർഡിലാണ് മാലിന്യ സംഭരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. മാലിന്യം കുമിഞ്ഞുകൂടിയതോടെ സമീപവാസികൾ ദുരിതത്തിലാണ്. കൊതുക് ശല്യം രൂക്ഷമായിട്ടുണ്ട്. അസഹ്യമായ ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ടെന്നും പരിസരവാസികൾ പരാതിപ്പെട്ടു. മാസങ്ങളായി മാലിന്യം കെട്ടിക്കിടപ്പാണെന്നും മാലിന്യം നീക്കാൻ ഉടൻ നടപടിയുണ്ടാകണമെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. ഈ പ്രഹസനം അവസാനിപ്പിച്ച് പ്രവൃത്തിയിലേക്ക് വരണം, മാലിന്യം ഉടൻ മാറ്റണം എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ സമരത്തിലാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജനങ്ങളുടെ കൂടെയാണ്. ജനകീയ പ്രശ്നങ്ങളിൽ ശക്തമായി ഞങ്ങൾ സമരം ചെയ്യും. ഈ സമരം ഞങ്ങൾ തുടർന്ന് ഇനിയും ഞങ്ങൾ സമരം ചെയ്യും. പഞ്ചായത്ത് സെക്രട്ടറി മനസ്സിലാക്കണം, പല കാര്യങ്ങളിൽ ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട്. നിങ്ങൾ മിണ്ടാതിരിക്കാനാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയോട് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്, ഇത് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. കരുത്തുറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ശക്തമായി സമരരംഗത്തുണ്ട്. KM അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. KP മുനീർ, PM സാദിഖ് അലി, പഞ്ചായത്ത് അംഗം PU റജുല, S ഷഫീർ, PU ഹക്കീം, അഷറഫ്, CH ജബ്ബാർ, സബിത മുനീർ, റുബീന, നൌഫത്ത്, സലീന, നൌഫൽ, നൂരിഷ, ഫാസിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. അതേസമയം 34 ടൺ മാലിന്യം ഇതിനകം നീക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നും തുടർന്നുള്ള മാലിന്യ നീക്കത്തിന് 4 ലക്ഷം രൂപ പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ടെന്നും പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത അറിയിച്ചു. 3 ദിവസം മുമ്പ് വരെ മാലിന്യം നീക്കിയിരുന്നു. ചെറിയ വാഹനങ്ങൾക്ക് മാത്രമാണ് ഈ പ്രദേശത്ത് എത്താൻ കഴിയുക. ഇതുകൊണ്ടാണ് ഘട്ടം ഘട്ടമായി മാലിന്യങ്ങൾ നീക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വലിയ വാഹനങ്ങൾക്ക് പോകാൻ തടസ്സമാകുന്നത് വൈദ്യുതി ലൈനാണ്. KSEBയുമായി ബന്ധപ്പെട്ട് വൈദ്യുതി ലൈൻ ഉയർത്തിക്കെട്ടി വലിയ വാഹനങ്ങൾക്ക് പ്രദേശത്തെത്താൻ സൗകര്യമൊരുക്കുന്ന കാര്യം ആലോചിക്കുമെന്നും മുസ്ലിം ലീഗിന്റെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാത്തൂരിൽ 7-ാം ക്ലാസ് വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചുങ്ങമന്നം AUP സ്കൂൾ വിദ്യാർത്ഥി മാത്തൂർ തണ്ണിക്കോട് കാണ്ടൂർതൊടി വീട്ടിൽ വിനോദ് സുമതി ദമ്പതികളുടെ മകൻ 13 വയസ്സുള്ള വിസ്മയാണ് മരിച്ചത്. വ്യാഴാഴ്ച സ്കൂൾ വിട്ടു വന്ന ശേഷമാണ് സംഭവം. വൈകുന്നേരം 6-നാണ് വീട്ടുകാർ കുട്ടിയെ തൂങ്ങിയ നിലയിൽ കണ്ടത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. അച്ഛൻ വിനോദിന് തിരൂരിൽ മരപ്പണിയാണ്. അമ്മ സുമതി പാലക്കാട് ടൈലറിംഗ് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. സഹോദരൻ വിനയ് പുറത്തുപോയി വന്നപ്പോഴാണ് സംഭവം അറിയുന്നത്. മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ 2-ാം ഘട്ടത്തിന്റെ ഭാഗമായി മണ്ണൂരിൽ ശില്പശാല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് തല ശില്പശാല പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറേ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു. അതായത് നമ്മൾ പൊതുസ്ഥലങ്ങളിലെ മാലിന്യങ്ങളെല്ലാം തന്നെ നമ്മൾ നിരന്തരമായി കൃത്യമായി ഇടപെട്ടുകൊണ്ട് അതൊക്കെ മാറ്റുകയും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളും കുടുംബശ്രീ തൊഴിലുറപ്പ് നമ്മുടെ എല്ലാ സംഘടനകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇതിന്റെ പ്രവർത്തനം നമുക്ക് നല്ല രീതിയിൽ നടത്താനായിട്ട് സാധിക്കും. പക്ഷേ അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റം വന്നപ്പോൾ ഇതെല്ലാവരും പുറകിലോട്ട് പോയി. എന്തായാലും നമ്മൾ തുടരെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമ്മുടെ ഈ പ്രവർത്തനം മുന്നോട്ട് നടക്കുന്നുള്ളൂ. അപ്പം എന്തായാലും നമ്മൾ അങ്ങനെ പുറകിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഗവൺമെന്റ് വീണ്ടും. വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. മാലിന്യം നീക്കം ചെയ്യുന്ന കാര്യത്തിൽ ഒരു നടപടിയും ഇല്ലെന്നും ഇത്തരം ശില്പശാലകൾ പ്രഹസനമാണെന്നും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച VM അൻവർ സാദിഖ് ആരോപിച്ചു. കില ഫാക്കൽറ്റി നൂർജഹാൻ, VEO സജ്ന, HI സാജൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ AK ജയശ്രീ, ഹുസൈൻ ഷഫീഖ്, അൻവർ സാദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു.
ജനപ്രതിനിധികൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, സ്കൂൾ വിദ്യാർത്ഥികൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, ഹരിത കർമ്മസേന, ബ്ലോക്ക് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പെരിങ്ങോട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. തരൂർ MLA PP സുമോദ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരമൊരു വേളയിലാണ് ഈ സ്ഥാപനത്തിൽ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലുമെല്ലാം ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഏറെ മാതൃകാപരമായി അനുമോദിക്കാൻ ഇവിടുത്തെ അധ്യാപകരും PTA സംവിധാനവും ജനപ്രതിനിധികളുമെല്ലാം ഈ സ്കൂളിന്റെ പ്രത്യേകത ഈ ഗ്രാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാണ്. യഥാർത്ഥത്തിൽ മലയാള ഭാഷ മുട്ടിട്ടതും വികാസം പ്രാപിച്ചതുമെല്ലാം. വിജയോത്സവത്തിൽ സ്കൂൾ PTA പ്രസിഡന്റ് M. ആബിദ് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് ജിജിമോൾ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ മൊമന്റോ വിതരണവും MLA നിർവഹിച്ചു. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി, പരത്തിപ്പുള്ളിയിലെ പ്രവാസി വ്യവസായി രവിശങ്കർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ്, സന്തോഷ്, SMC ചെയർമാൻ രാധാകൃഷ്ണൻ, PTA വൈസ് പ്രസിഡന്റ് സലിൻകുമാർ, MPTA പ്രസിഡന്റ് രജിത, PTA എക്സിക്യൂട്ടീവ് അംഗം ഉമ്മർ, അധ്യാപകരായ പ്രദീപ്, ശോഭ മൈക്കിൾ, ജയപ്രകാശ്, ശ്രീധരൻ, കുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മങ്കര പഞ്ചായത്ത് മാങ്കുറിശി AUP സ്കൂളിൽ നിർമ്മിച്ച ശൗചാലയ സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നടത്തി. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. മങ്കര പഞ്ചായത്ത് CFC ഫണ്ട് ഉപയോഗിച്ചാണ് മാങ്കുറിശി AUP സ്കൂളിൽ 3 ടോയ്ലറ്റുകൾ നിർമ്മിച്ചത്. ടോയ്ലറ്റുകളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, എന്ത്, രാവിലെ 10 മണിക്ക് ഇതിന്റെ ഉള്ളിൽ കടന്നാൽ 4 മണി വരെ യൂറിൻ പാസ് ചെയ്യാതെ നിങ്ങൾ ഇരുന്നാൽ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ചില്ലറ അപകടമല്ല അത്. മാഷന്മാരിത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിപ്പിച്ചു തരും കേട്ടാ. ഒരുപാട് അസുഖങ്ങൾ എന്തുകൊണ്ടുണ്ടാവും? ഈ സംഭവം കൊണ്ട് ഉണ്ടാവും. മുമ്പ് എന്തില്ല, ഈ വക സൗകര്യങ്ങളൊന്നും നാട്ടിലെ എവിടെയും ഇല്ല. ഇന്ന് കക്കൂസ് ഇല്ലാത്ത ഒരു വീടും എവിടെയില്ല. വാർഡ് മെമ്പർ N. അനിശ്രീ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ VR വിജയകുമാർ, PTA ഭാരവാഹികളായ ഷിജ, റംലത്ത്, VEO പ്രസന്ന, പ്രധാനാധ്യാപകൻ MD പ്രകാശ്, V. രാജീവ്, R. ഷിജി, KK സുരേഷ്, KB പ്രത്യൂഷ്, S. സുജിത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ വെള്ളാർമല സ്കൂളിന് സ്മൃതി വലയമൊരുക്കി തൃശൂരിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. വലപ്പാട് GDM LP സ്കൂളിലാണ് ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വീണ്ടെടുപ്പിനായി വിദ്യാലയ അങ്കണത്തിലെ ഗാന്ധി മരത്തണലിൽ ശിലകളാൽ സ്മൃതിവലയം തീർത്തത്. 100 സ്ക്വയർ ഫീറ്റിലധികം വലിപ്പമുള്ള ശിലാവലയത്തിൽ വയനാടൻ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഗോത്രകലയായ വാർലി ചിത്രങ്ങളാൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന്റെ വീണ്ടെടുപ്പിന്റെ പ്രതീകമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വീടുകളുടെയും ആരാധനാലയങ്ങളുടെയും പൊതുസ്ഥാപനങ്ങളുടെയും മാതൃകകൾ ശിലാവലയത്തിലുണ്ട്. വെള്ളാർമല വിദ്യാലയത്തിന്റെ വിവിധ ബ്ലോക്കുകളുടെ രൂപമാതൃകകളും വിദ്യാർത്ഥികൾ ഒരുക്കിയിട്ടുണ്ട്. വയനാടിന്റെ പ്രത്യാശയുടെ പ്രതീകമായി പട്ടങ്ങളും വൃക്ഷ ശിഖരങ്ങളിൽ തൂക്കിയിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ജീവനുകൾ പൊലിയുകയും ചെയ്യുമ്പോഴും ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ അത് വിസ്മൃതിയിലാണ്ട് പോവുകയാണ് പതിവ്. എന്നാൽ ഇത്തരം ദുരന്തങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. മനുഷ്യൻ്റെ അശ്രദ്ധമായിട്ടുള്ള പ്രകൃതി ചൂഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പുതുതലമുറയിൽ ഇത്തരം ദുരന്തങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ സന്ദേശം പകരുന്നതിനും വേണ്ടിയാണ് ഈ ശിലാവലയം നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. പരിസ്ഥിതി ദുരന്തത്തിന്റെ ഓർമ്മകളും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയും ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ ശിലാവലയം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പുത്തൻപീടികയിൽ നിന്നും കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി. പുത്തൻപീടിക വടക്കുമുറി പുളിപ്പറമ്പിൽ ഷൺമുഖന്റെ ഭാര്യ 71 വയസ്സുള്ള ഓമനയുടെ മൃതദേഹമാണ് വീടിന് 1 കിലോമീറ്ററോളം അകലെയുള്ള തോട്ടിൽ കണ്ടെത്തിയത്. പെരിങ്ങോട്ടുകര തിരുവാണിക്കാവ് ക്ഷേത്രത്തിന് പുറകിലുള്ള മാത്തുതോട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. താന്യം ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ ചുമ്മാ റോഡിന് സമീപമാണ് ഇവർ താമസിച്ചിരുന്നത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് ഇവരെ വീട്ടിൽ നിന്നും കാണാതായത്. തുടർന്ന് ബന്ധുക്കൾ അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. അന്വേഷണം തുടർന്നു വരുന്നതിനിടെയാണ് ഓമനയുടെ മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
കോട്ടായി പഞ്ചായത്തിൽ പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന 1-2 ക്ലാസുകളിലെ കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. പഠനോപകരണ വിതരണം കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കുഞ്ഞിലക്ഷ്മി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TR മഹേഷ് കുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമോഹൻ, പഞ്ചായത്ത് അംഗങ്ങളായ NK ശശിധരൻ, MR രജിത, മിനിമോൾ, ലക്ഷ്മിക്കുട്ടി എന്നിവർ സംസാരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വിനീത സ്വാഗതവും പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥ പുളിനെല്ലി ഗവൺമെന്റ് LP സ്കൂൾ പ്രധാന അധ്യാപിക സെലിൻ പോൾ നന്ദിയും പറഞ്ഞു. 102 വിദ്യാർത്ഥികൾക്കാണ് മേശ, കസേര, ഡെസ്ക് തുടങ്ങി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് യോഗാസന സ്പോർട്സ് അസോസിയേഷന്റെ 5ാമത് യോഗാസന ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 25 നടക്കും. പറളി ബാപ്പുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 10 മുതൽ 55 വയസ്സുവരെ പ്രായമുള്ളവർ പങ്കെടുക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി വിവിധ കാറ്റഗറികളിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ജില്ലാതല ചാമ്പ്യൻഷിപ്പിൽ വിജയികളാകുന്നവർ സംസ്ഥാനതല മത്സരത്തിലും തുടർന്ന് ദേശീയ തലത്തിലും പങ്കെടുക്കും. ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളാകുന്നവർക്ക് ദേശീയ ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ കഴിയുമെന്നും ഇത്തവണത്തെ സൗത്ത് ഇന്ത്യ വുമൻസ് യോഗാസന ചാമ്പ്യൻഷിപ്പ് തമിഴ്നാട്ടിലാണ് നടക്കുകയെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഖേലോ ഇന്ത്യ ഗെയിംസിന്റെ അസ്മിത ഖേലോ ഇന്ത്യ വിമൻസ് യോഗാസന ലീഗ് സൗത്ത് സോൺ ഈ വരുന്ന ഓഗസ്റ്റ് 31-ാം തീയതി തമിഴ്നാട് തിരുച്ചിയിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. 6 സംസ്ഥാനങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ആവുന്നത്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി, ആന്ധ്ര, കർണാടക ആൻഡ് തെലങ്കാന. 25 ഓഗസ്റ്റ് 2024 പാലക്കാട് ജില്ലാ മത്സരത്തിൽ വിജയിക്കുന്ന പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമാണ് ഇതിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് C മുരളീകൃഷ്ണൻ, സെക്രട്ടറി M മനോജ്, ട്രഷറർ വിസ്മയ മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ സെൻട്രൽ ബേസിക് ആൻഡ് UP സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റ് തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ചെറിയ കുട്ടികളാണ്. ഇപ്പൊ നമ്മൾ JRC തുടങ്ങി ഇനി തുടർന്ന് വരുന്ന വർഷങ്ങളിൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മുടെ നാടിനും അതുപോലെ തന്നെ നമ്മുടെ വീടിനും നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്കും അതായത് ഈ വിദ്യാലയത്തിനുമൊക്കെ മാതൃകാ പ്രവർത്തനം കാഴ്ചവെക്കേണ്ട കുട്ടികളാണ് നിങ്ങൾ ഓരോ ആളുകളും. ഈ അതായത് JRC എന്ന് പറയുന്നത് തന്നെ ഒരു സേവന പ്രവർത്തനമാണ്. നിങ്ങളിപ്പോൾ ഇത് വലിയ കുട്ടികളായാലും ഇതിലൊക്കെ അംഗങ്ങളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് വരുമാനോ മറ്റൊന്നും കിട്ടില്ല. ഇത് നമ്മൾ ചെയ്യുന്ന ഒരു സേവനം. ചടങ്ങിൽ വാർഡ് മെമ്പർ R സുനിത അധ്യക്ഷത വഹിച്ചു. JRC ജില്ലാ കോർഡിനേറ്റർ KM ശ്രീധരൻ മാസ്റ്റർ പദ്ധതി വിശദീകരിച്ചു. പ്രധാന അധ്യാപിക P സിന്ധു, PTA പ്രസിഡന്റ് P ബാബു, MPTA പ്രസിഡന്റ് PA റൻഷ, PP റിയാസ്, MR സജിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കല്ലിപ്പാടം ദ്വാരകാ നഗറിൽ പതാക ദിനം നടത്തി. ബാലഗോകുലം ഒറ്റപ്പാലം താലൂക്ക് ആഘോഷ പ്രമുഖ് K ചന്ദ്രൻ പതാക ഉയർത്തി. രവി, വിജീഷ്, വിജയൻ, സനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ണൂരിൽ യുവതിയുടെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി കൈകോർത്ത നാട്. ബേബി ഷക്കീല എന്ന യുവതിയുടെ കരൾമാറ്റ ശസ്ത്രക്രിയ 20 ലക്ഷത്തോളം രൂപയാണ് ആവശ്യമുള്ളത്. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി 20 ലക്ഷത്തോളം രൂപ ഇതിനകം സമാഹരിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിലും ജനങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. മണ്ണൂർ പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാരുടെ കൂട്ടായ്മയിൽ സമാഹരിച്ച തുക മെഡിക്കൽ ഓഫീസർ ഷബീബ് പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി. മണ്ണൂർ തെരുവ് യുണൈറ്റഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും തുക സമാഹരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് S അനിതയ്ക്ക് കൈമാറിയിട്ടുണ്ട്. മണ്ണൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ, വിവിധ ക്ലബ്ബുകൾ, ആരാധനാലയങ്ങൾ എന്നിവയും അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഷക്കീൽ താത്തയുടെ ചികിത്സയ്ക്ക് വേണ്ടി നമുക്ക് 40 ലക്ഷം രൂപയാണ് സ്വരൂപിക്കേണ്ടത്. എന്നാൽ ഏകദേശം 20 ലക്ഷം രൂപയാണ് നമുക്ക് ആയിട്ടുള്ളൂ. ഇനി ബാക്കിയും നമ്മൾ പല തലങ്ങളിലും കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്തായാലും നമുക്ക് ഈ സഹായം ചെയ്ത ക്ലബിനും അതുപോലെ തന്നെ ആശുപത്രി ജീവനക്കാർക്കും മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിലും എല്ലാവരും നന്ദി. ബേബി ഷക്കിലയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ചികിത്സാ സഹായ സമിതി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. AR ബാബു ചെറുതുരുത്തിയുടെ കവിതാ സമാഹാരം ഇരയും വേട്ടക്കാരനും പ്രകാശനം ചെയ്തു. തൃശൂർ കേരള സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ ഡോക്ടർ C രാവുണ്ണി പുസ്തക പ്രകാശനം നിർവഹിച്ചു. KSFE തൃശൂർ ഹെഡ് ഓഫീസിലെ സീനിയർ മാനേജറാണ് കവി AR ബാബു.
ഇരയും വേട്ടക്കാരനുമെന്ന അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം ഡോക്ടർ സി രാവുണ്ണി പ്രകാശനം ചെയ്തു. ചെറുതായിരിക്കും, രൂപത്തിൽ ചെറുതായിരിക്കും, വലുപ്പത്തിൽ ചെറുതായിരിക്കും എന്നുള്ളത് കൊണ്ട് കവിത ചെറുതാവുന്നു. കവിത വലുപ്പം തീരുമാനിക്കുന്നത് അതിനെത്ര കാണുന്നതിൽ എത്ര വലിയ ഉണ്ടെന്നോ എത്ര വലിപ്പമുണ്ടെന്നോ എത്ര പേരുകളോ നോക്കുന്നത്. അത് എത്രമേൽ നമ്മുടെ ജീവിതത്തെ തോന്നുന്നു, നാം ജീവിച്ച ജീവിതത്തെ. KSFE ചെയർമാൻ കെ വരദരാജൻ പുസ്തകം ഏറ്റുവാങ്ങി. ബക്കർ മേത്തല പുസ്തകം പരിചയപ്പെടുത്തി. KSFE ഓഫീസേഴ്സ് യൂണിയൻ സെക്രട്ടറി എസ് അരുൺ ബോസ് അധ്യക്ഷത വഹിച്ചു. KSFE മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ SK സനിൽ മുഖ്യാതിഥിയായിരുന്നു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, KSFE ഡയറക്ടർ ബോർഡ് അംഗം T നരേന്ദ്രൻ, PN ഗോപികൃഷ്ണൻ, ഡോക്ടർ KP സംഗീത, S മുരളീകൃഷ്ണപിള്ള, PS ഷമീന, MV സുധീർ, PL ലതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. KSFE സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് KSRTC ഡിപ്പോയിൽ ഗതാഗത മന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനം. ഓഫീസിന്റെ പ്രവർത്തനവും സൗകര്യങ്ങളും വിലയിരുത്തി 20 മിനിറ്റോളം ഡിപ്പോയിൽ ചെലവഴിച്ച മന്ത്രി തൊഴിലാളി പ്രതിനിധികളുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായില്ല. പാലക്കാട്ട് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന സർവീസുകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം. വന്യജീവി സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭക്ഷണരീതിയിലുണ്ടായ മാറ്റമാണ് അവരുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണിയായതെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. പട്ടികവർഗ വിഭാഗക്കാരായ കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിന് എല്ലാ വകുപ്പുകളും ഒന്നിച്ച് പ്രവർത്തിക്കണം. പട്ടികവർഗ മേഖലയിലെ കുട്ടികളെ ക്ഷയരോഗമുക്തരാക്കുന്നതിനുള്ള അക്ഷയജ്യോതി പദ്ധതിക്ക് പാലക്കാട് ജില്ലയിൽ തുടക്കം. ഓണക്കാലത്ത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപടി ആരംഭിച്ചു. വാളയാർ, മീനാക്ഷിപുരം, ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റുകളിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ പ്രത്യേക പരിശോധന. പാൽ, പഴവർഗ്ഗങ്ങൾ, മത്സ്യം, വെളിച്ചെണ്ണ തുടങ്ങിയവ പരിശോധിക്കുന്നത് മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ സഹായത്തോടെ. കൂടുതൽ പരിശോധന ആവശ്യമായ സാമ്പിളുകൾ എറണാകുളം അനലിറ്റിക്കൽ ലാബിലേക്ക് അയക്കുമെന്ന് അധികൃതർ. കുന്നംകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് ഒഡീഷ സ്വദേശി പത്മനാഭ ഗൌഡ. പ്രതി ഒഡീഷ സ്വദേശി ഭക്താറാം ഗൌഡ അറസ്റ്റിൽ. മാത്തൂരിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡ് കവാടത്തിലെ അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കെട്ടിടം പൊളിച്ചു നീക്കും. നഗരസഭാ കൌൺസിൽ തീരുമാനം കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് പരിഗണിച്ച് ബഹുനില കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ 30 ദിവസത്തിനകം ഒഴിയണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകും. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ കൌൺസിൽ യോഗത്തിൽ രൂക്ഷ വിമർശനം. പട്ടാമ്പി പാലം വിഷയത്തിൽ UDF നടത്തിയത് സമരാഭാസമെന്ന LDF. UDF നേതാക്കൾ ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാകണം. ജനങ്ങളെ ദുരിതത്തിലാക്കിയ അപരിഷ്കൃത സമരാഭാസത്തിനെതിരെ LDF 3 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സംഗമങ്ങൾ നടത്തുമെന്നും നേതാക്കൾ. മണ്ണൂരിലെ അജൈവ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ മാലിന്യം കുന്നുകൂടിയത് ജനജീവിതത്തിന് ഭീഷണിയായെന്ന് മുസ്ലിം ലീഗ്. മാലിന്യം നീക്കാൻ നടപടി ആവശ്യപ്പെട്ട് സംഭരണ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ. 34 ടൺ മാലിന്യം ഇതിനകം നീക്കിക്കഴിഞ്ഞതായും തുടർന്നുള്ള മാലിന്യ നീക്കത്തിന് 4 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് അധികൃതർ. കോട്ടായി സെന്ററിലെ ഗതാഗത തടസ്സത്തിന് പരിഹാരമാകുന്നു. MLA ഫണ്ടിൽ നിന്ന് 1 കോടി അനുവദിച്ചതോടെ പ്രദേശത്ത് മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കും. മലമ്പുഴ കനാലിന് മുകളിൽ സ്ലാബ് നിരത്തി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതോടെ പാതയോരത്ത് ബസ്സുകൾ നിർത്തിയിടുന്നത് മൂലമുണ്ടാകുന്ന ഗതാഗത തടസ്സം ഒഴിവാക്കാനാകുമെന്ന് പ്രതീക്ഷ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.